ഞാൻ അവിടെ പോയാലെന്താ? നിനക്ക് എൻ്റെ വീട്ടിൽ വന്നാലെന്താ? അവൾ ഒരു പുതിയ കാർ വാങ്ങിയാലെന്താ? എന്നൊക്കെ ചോദിക്കാം നമുക്ക് ഇംഗ്ലീഷിൽ. ഇതിന് വളരെ ഈസിയായ ഒരു കുഞ്ഞ് ഫ്രേസ് ഉപയോഗിക്കാം. വാട്ട് ഇഫ്. വാട്ട് ഇഫ് എന്നാൽ അങ്ങനെയെങ്കിൽ എന്നാണ് മീനിങ്. വാട്ട് ഇഫ് ഐ ഗോ. ഞാൻ പോയാലെന്താ? വാട്ട് ഇഫ് ഐ കോൾ ഹിം. ഞാൻ അവനെ വിളിച്ചാലെന്താ? വാട്ട് ഇഫ് ദേ കം ടു യുവർ ഹൗസ് എവറി ഡേ. അവർ എല്ലാ ദിവസവും നിൻ്റെ വീട്ടിൽ വന്നാലെന്താ? വാട്ട് ഇഫ് വി കുക്ക് ഫുഡ് ഫോർ യു. ഞങ്ങൾ നിനക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയാലെന്താ? വാട്ട് ഇഫ് യു കം വിത്ത് മീ. നീ എൻ്റെ കൂടെ വന്നാലെന്താ? ഈ സെൻറ്റൻസസിലൊക്കെ സ്ട്രക്ചർ ശ്രദ്ധിക്കൂ. വാട്ട് ഇഫ് യു കം എന്ന് പറഞ്ഞാൽ വാട്ട് ഇഫ് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് യു എന്നത് സബ്ജക്റ്റാണ്. പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് കം എന്നത് ബേസ് ഫോം ഓഫ് ദ വെർബ് ആണ്. അപ്പോൾ ഉപയോഗിക്കേണ്ട സ്ട്രക്ചർ വാട്ട് ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ്. ഇനി വേറെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. വാട്ട് ഇഫ് ഹി കംസ് ഹിയർ റൈറ്റ് നൗ. അവൻ ഇപ്പോൾ ഇവിടെ വന്നാലെന്താ? ഇവിടുത്തെ സ്ട്രക്ചർ വാട്ട് ഇഫ് കഴിഞ്ഞിട്ട് ഹി ആണ് സബ്ജക്റ്റ്. അപ്പോൾ വേർബിൻ്റെ കൂടെ യെസ് ചേർത്ത് കംസ് എന്നാക്കി. അപ്പോൾ സ്ട്രക്ചർ വാട്ട് ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ്. പക്ഷേ വേർബിൻ്റെ കൂടെ എസ് ചേർത്തു, കാരണം സബ്ജക്റ്റ് ഹി ആണ്. സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ് അതുപോലെ ഏതെങ്കിലും സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ വേർബിൻ്റെ കൂടെ എസ്സോ അല്ലെങ്കിൽ ഇ എസ്സോ ചേർക്കേണ്ടി വരും. വേറൊരു എക്സാമ്പിൾ നോക്കൂ. വാട്ട് ഇഫ് ഷീ ബൈസ് എ ന്യൂ കാർ. അവൾ ഒരു പുതിയ കാറ് വാങ്ങിയാലെന്താ? ഇവിടെയും സബ്ജക്റ്റ് ഷീ ആണ്, അതുകൊണ്ട് ബൈസ് എന്നുപയോഗിച്ചു. ഇനി നമുക്ക് കുറച്ച് നെഗറ്റീവ് സെൻറ്റൻസസ് നോക്കാം. വാട്ട് ഇഫ് ഐ ഡോണ്ട് മേക്ക് ചിക്കൻ കറി. ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയില്ലെങ്കിൽ എന്താ? ഇവിടെ ഐ ഡോണ്ട് മേക്ക് എന്നാണ്, അപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസ് ആയി. വാട്ട് ഇഫ് ഷീ ഡസൻറ്റ് ഗെറ്റ് സാലറി. അവൾക്ക് സാലറി കിട്ടിയില്ലെങ്കിൽ എന്താ? ഇവിടെ ഡസൻറ്റ് ആണ് ഉപയോഗിച്ചത്, കാരണം സബ്ജക്റ്റ് ഷീ ആണ്. അപ്പോൾ വാട്ട് ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഡോണ്ട് ഓർ ഡസൻറ്റ് പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ്. ഡോണ്ട് അല്ലെങ്കിൽ ഡസൻറ്റ് ഉപയോഗിക്കേണ്ടത് സബ്ജക്റ്റ് അനുസരിച്ചിട്ടാണ്. ഐ, യു, വി, ദേ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്ലൂറൽ സബ്ജക്ട്സ് ആണെങ്കിൽ ഡോണ്ട് എന്നുപയോഗിക്കുക, അല്ലെങ്കിൽ ഹി, ഷീ, ഇറ്റ്. അതുപോലെ ഏതെങ്കിലും സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഡസൻറ്റ് ഉപയോഗിക്കുക. അപ്പോൾ ഇത്തരം സെൻറ്റൻസസ് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യണം. ഒരു സെൻറ്റൻസ് എങ്കിലും കമൻറ്റ് ബോക്സിൽ നിർബന്ധമായിട്ടും എഴുതണം.